ഓം ശ്രീ മഹാദേവിയെ നമഃ. നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ നാമാർത്ഥങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 990 മുതൽ 1000 വരെയുള്ള നാമങ്ങളുടെ അർത്ഥങ്ങളാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം ശ്രീ പരാശക്തിയേ നമഃ. അഭ്യാസതിശയജ്ഞാതഷഡന്ധാന്തീതരൂപിണി അവ്യാജ കരുണാമൂർത്തി അജ്ഞാനാന്തദീപിക ആഭാലഗോപവിദിത സർവാനുല്യംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത്രിപുരസുന്ദരി ശ്രീ ശിവാ ശിവശക്തിക്യരൂപിണി ലളിതാംബിക. ഇതി ശ്രീ ബ്രഹ്മാണ്ഡപുരാണേ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം സമ്പൂർണം. ഓം ശ്രീ മഹാദേവിയേ നമഃ. ഓം ശ്രീ മഹാദേവിയേ നമഃ. ഓം ശ്രീ മഹാദേവിയേ നമഃ. നാമാർത്ഥങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ നാമമായിട്ട് വരുന്നത് ഓം അഭ്യാസതിശയജ്ഞാതായേ നമഃ. നിരന്തരമായ ജപം, ധ്യാനം, ഉപാസന, ഗുരുകൃപ, ആത്മവിചാരം തുടങ്ങിയവയിലൂടെ മാത്രം അങ്ങനെയുള്ള അഭ്യാസത്തിലൂടെ മാത്രമാണ് നമുക്ക് ദേവിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്ന് നാമാർത്ഥം സൂചിപ്പിക്കുന്നു. ഷഡന്ധ്വാന്തീത രൂപിണ്യേ നമഃ. ശ്രീചക്രത്തിനെ ധ്യാനിക്കാനായിട്ട് 6 മാർഗങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആ അധ്വങ്ങളെയും അതിജീവിച്ച പരബ്രഹ്മസ്വരൂപിണിയാണ് ദേവിയെന്ന് ഷഡന്ധ്വാന്തീത രൂപിണി എന്ന നാമം അർത്ഥമാക്കുന്നു. അടുത്ത നാമം നോക്കാം. അവ്യാജ കരുണാമൂർത്തിയെ നമഃ. വ്യാജം ലേശം പോലുമില്ലാത്ത കരുണയുള്ള ദേവി എന്ന് നാമാർത്ഥം. അങ്ങനെയുള്ള മൂർത്തി സ്വരൂപിണിയാണ് അമ്മ. അജ്ഞാനാന്ധ്വാന്ത ദീപികായേ നമഃ. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നീക്കി പ്രകാശം നൽകുന്നവളാണ് ശ്രീ മഹാദേവി. ഓം ആബാലഗോപവിദിതായേ നമഃ. കുട്ടികൾക്കും ഗോപാലന്മാർക്കും അറിയാൻ സാധിക്കുന്നവളായ ദേവി എന്ന് സാരാംശം. അതായത് സാധാരണക്കാരെയാണ് ഗോപാലന്മാർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവർക്കും അറിയാൻ സാധിക്കുന്നവളാണ് ദേവി എന്ന് നാമാർത്ഥം. ഓം സർവാനുല്ലംഘ്യ ശാസനായേ നമഃ. ആർക്കും ലംഘിക്കാനാവാത്ത ശാസനാശക്തിയോടുകൂടിയവളാണ് ദേവി, അല്ലെ? അങ്ങനെയുള്ള അമ്മയെ ആ നാമത്തിൽ അർത്ഥമാക്കാം. അടുത്ത നാമം നോക്കാം. ശ്രീചക്രരാജനിലയായേ നമഃ. ശ്രീചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവളായ ദേവിയെക്കുറിച്ച് പറയുന്ന നാമം. ഓം ശ്രീമത് ത്രിപുരസുന്ദരിയായേ നമഃ. ത്രിപുരസുന്ദരിയായി പരിശോഭിക്കുന്നവൾ എന്നാണ് നാമാർത്ഥം. ദേവി ത്രിപുരസുന്ദരിയാണല്ലേ. സർവചരാചരങ്ങളിലും ജീവജാലങ്ങളിലുമൊക്കെ നമ്മള് കഴിഞ്ഞ നാമങ്ങളിലൊക്കെ പറയുന്ന ആ രൂപത്തോടു കൂടിയ ദേവി, അല്ലെ? നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ കാണേണ്ട ദേവിയുടെ സ്വരൂപം അതിസുന്ദരമാണ്, അല്ലെ? സുന്ദരിയായ ദേവിയാണ് ത്രിപുരസുന്ദരി എന്ന നാമത്തിൽ പറയുന്നത്. അടുത്ത നാമം നോക്കാം. ഓം ശ്രീ ശിവായേ നമഃ. ഭഗവാന്റെ നാമത്തിനനുസൃതമായിട്ട് ശിവ എന്ന നാമം ദേവിയെ വിളിക്കുന്നു. ഒരേ പരബ്രഹ്മത്തിന്റെ 2 ഭാവങ്ങളാണ് ശിവനും ദേവിയും. പരമമംഗളസ്വരൂപിണിയായ ദേവിയെന്നും നാമാർത്ഥമുണ്ട്. അടുത്ത നാമം നോക്കാം. ഓം ശിവശക്തിഐക്യരൂപിണിയായേ നമഃ. ശിവശക്തികളുടെ ഏകീഭാവമായ ദേവിക്ക് നമസ്കാരം. ശിവനും ശക്തിയും വേറെയല്ല, അല്ലെ? സ്വാഹം എന്ന് നമ്മൾ മന്ത്രത്തിൽ പറയാറുണ്ട്, അല്ലെ? അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മന്ത്രം ശിവശക്തി ഐക്യത്തെ സൂചിപ്പിക്കുന്ന മന്ത്രമാണ്. അപ്പൊ നമുക്കറിയാം ശിവനും ശക്തിയും ഒന്ന് തന്നെയാണ്, അല്ലെ? അങ്ങനെയുള്ള ഏകീഭാവമായ ദേവിക്ക്
നമസ്കാരം. ശിവശക്തിക്ക് രൂപിണിയായ ദേവിക്ക് നമസ്കാരം. അടുത്ത നാമം നോക്കാം. ഓം ലളിതാംബികായേ നമഃ. കരുണയും മാതൃസ്നേഹവും ലീലാമയമായ പരമസ്വരൂപത്തോടും കൂടിയ ശ്രീ ലളിതാംബികാദേവിക്ക് നമസ്കാരം. ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ 1000 നാമങ്ങൾ നമ്മളിവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ 2.5 മാസക്കാലം ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുവാനും അത് കേൾക്കുവാനും ഭാഗ്യം സിദ്ധിച്ച നമ്മൾ ഓരോരുത്തരും അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ഉള്ളവർ തന്നെയാണ്. ആരോഗ്യപരമായും മാനസികപരമായും ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രം നിങ്ങളിലേക്ക് അർത്ഥസഹിതം പറഞ്ഞു തരുവാനായിട്ട് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ തന്നെ ഇത്രയും മുന്നോട്ട് പോവാൻ സാധിച്ചതിൽ ഞാൻ അമ്മയോട് 1000 ആ പാതാര ബിംബങ്ങളിൽ 1000 പ്രണാമം അർപ്പിക്കുന്നു. ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പാരായണം കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നത് എന്താണെന്ന് നമ്മൾ ഈ നാമവിവർത്തനങ്ങളിലൂടെ എല്ലാം അറിഞ്ഞു അല്ലെ. അമ്മയുടെ അതിവിശാലമായ കാരുണ്യവും കൃപയും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടുവാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നാമങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നുപോയത്. എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും അതൊന്നുകൊണ്ട് മാത്രം ദേവിയുടെ അനുഗ്രഹം എനിക്ക് ലഭിക്കാറുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു സമയങ്ങളിൽ നമുക്ക് രക്ഷയായി മാറുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ രക്ഷ എന്നത് പല വിധത്തിലാവാം, പല രൂപങ്ങളിലാവാം, പലരുടെയും മനസ്സുകളിൽ നിന്നാവാം. അങ്ങനെയുള്ള അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ നാമപാരായണത്തിന്റെ വിവർത്തനം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഒരു പെട്ടെന്നെടുത്ത തീരുമാനത്തിൽ നിന്നാണ് ഞാൻ ഈ ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ അർത്ഥസംഹിത പറയണമെന്ന ഒരു തീരുമാനം എടുത്തത്. പക്ഷെ എനിക്കത് അനായാസമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ദേവിയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. 1000 പേർ കാണുന്നു എന്നതിനെ അപ്പുറം ഒരാളെങ്കിലും കേൾക്കുവാനുണ്ടാവുമെന്ന ചിന്തയാണ് എന്നെ അതിലേക്ക് എത്തിച്ചത്. ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കുവാൻ സാധിച്ചാൽ, എനിക്കറിയാവുന്ന കാര്യം, വലിയ പണ്ഡിതയൊന്നുമല്ല, ഞാൻ പഠിച്ചത് നിങ്ങളിലേക്ക് എത്തിച്ചു. ഇതിലത്തെ നാമങ്ങൾ എന്ന് പറയുന്നത് വ്യാഖ്യാനങ്ങൾ ഒരുപാട് അർത്ഥങ്ങൾ ഉള്ളതാണ്. ചില നാമങ്ങളൊക്കെ നമ്മൾ ഗുരുവിൽ നിന്ന് മാത്രം അഭ്യസിക്കേണ്ടതുമാണ്. അങ്ങനെയുള്ള നാമാർത്ഥങ്ങൾ ചുരുക്കിയും വലുതാക്കിയും എല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പാരായണം ഒരു ജീവിതചര്യയാക്കി മാറ്റിയെടുക്കുക. തീർച്ചയായും ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.